തെന്നിന്ത്യയിലൊട്ടാകെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്. 200 കോടി നേട്ടത്തിന് പുറമെ പുതിയൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം. എല്ലാ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും 10 കോടിയിലധികം കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. തമിഴിൽ നിന്നും രജനീകാന്ത് ചിത്രം എന്തിരൻ, കന്നഡയിൽ നിന്ന് KGF Part 2, തെലുങ്കിൽ നിന്ന് SS രാജമൗലിയുടെ ബാഹുബലി Part 1 എന്നീ ചിത്രങ്ങളാണ് ഇതിനു മുൻപ് മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും 10 കോടി നേട്ടം സ്വന്തമാക്കിയ മറ്റ് ചിത്രങ്ങൾ. തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായ സിംഗം 2വിന്റെ കളക്ഷൻ റെക്കോർഡും മഞ്ഞുമൽ ബോയ്സ് മറികടന്നിരുന്നു. സൂര്യയുടെ സിംഗം 2വിന്റെ തമിഴ്നാട്ടിലെ ലൈഫ് ടൈം കളക്ഷൻ 60 കോടി രൂപയാണ്. ഇതിനെയാണ് മഞ്ഞുമൽ മറികടന്നത്. ഒരു മലയാള ചിത്രത്തിന് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ കൂടിയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തമിഴിൽ ഈ വർഷം റിലീസ് ചെയ്ത ശിവകാർത്തികേയൻ ചിത്രം അയലാൻ, ധനുഷ് ചിത്രം ക്യാപ്റ്റൻ മില്ലർ എന്നീ ചിത്രങ്ങളുടെ കളക്ഷനും മഞ്ഞുമൽ ബോയ്സ് ഇതോടുകൂടി പിന്നിലാക്കിയിരുന്നു. ഫെബ്രുവരി 22-ന് റിലീസ് ചെയ്ത ചിത്രം പല തിയേറ്ററുകളിലും ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ചിത്രം ആഗോളതലത്തിൽ ഇതുവരെ 230 കോടി രൂപ നേടിക്കഴിഞ്ഞു. OTT സ്ട്രീമിംഗ് അവകാശം വിറ്റത് മുഖേനയും ചിത്രം 20 കോടിയോളം രൂപ ഇതുവരെ നേടിയിട്ടുണ്ട്. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം 20 കോടി ബജറ്റിലാണ് ഒരുക്കിയത്. 2006-ൽ എറണാകുളത്തെ മഞ്ഞുമൽ എന്ന പ്രദേശത്തു നിന്നും 11 യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്നതും അതിലൊരാൾ ഗുണ കേസിൽ കുടുങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സർവൈവൽ ത്രില്ലറുകളെല്ലാം കവച്ചുവെക്കുന്ന മേക്കിംഗ് ആണ് മഞ്ഞുമലിലൂടെ ചിദംബരം കാഴ്ചവെച്ചിരിക്കുന്നത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലിം കുമാർ, അഭിരാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൽ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. പർവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം മഞ്ഞുമൽ ബോയ്സ് സൂപ്പർ ഹിറ്റ് ആയതോടെ ട്രെൻഡിനൊപ്പം സഞ്ചാരികളും നീങ്ങുകയാണ്. മസിനഗുഡി വഴി ഊട്ടിക്ക് തിരിയാതെ വണ്ടി നേരെ വിടുന്നത് കൊടൈക്കനാലിലേക്കാണ്. മഞ്ഞുമൽ ഓളം തീർത്തതോടെ സഞ്ചാരികളുടെ പ്രധാന സ്പോട്ടായി ഗുണ കേവ്സ് മാറി. മലയാള സിനിമയുടെ സീൻ മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് ഗുണ കേവ്സിന്റെയും സീൻ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 1.5 ലക്ഷത്തോളം സഞ്ചാരികളാണ് ഗുണ കേവ്സ് സന്ദർശിക്കാൻ വേണ്ടി എത്തിയത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ കാണിക്കുന്ന ഗുണ ഗുഹയിലേക്കുള്ള പാതയും മീറ്ററുകളോളം പടർന്ന് പന്തലിച്ചു കിടക്കുന്ന വേരുകളിലും ഇരുന്ന് ചിത്രങ്ങളെടുക്കാൻ വൻ തിരക്കാണിപ്പോൾ. സിനിമ റിലീസായതിനു പിന്നാലെ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായി കൊടൈക്കനാലിലേക്കും ഗുണ കേവ്സിലേക്കും എത്തുന്നത്. പിന്നാലെ തമിഴ്നാട്ടിലും സിനിമ ഹിറ്റടിച്ചതോടെ അവിടെ നിന്നും ഒട്ടേറെ സഞ്ചാരികളാണ് ഗുണ കേവ്സ് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.